നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അവളുടെ കുടുംബത്തിന്റെ മുഴുവൻ കടബാധ്യതയും തീർത്തു കൊടുക്കാം. നഷ്ടപ്പെട്ടു പോയ ആ വീടും തിരിച്ചെടുത്തു കൊടുക്കാം. അവളുടെ അച്ഛന് നല്ലൊരു ട്രീറ്റ്മെന്റിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. ഇതിനൊക്കെ പുറമെ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ദേവൂട്ടിയുടെ വിവാഹവും ഞാൻ നടത്തിക്കൊടുക്കാം. അവളെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഇപ്പൊ എനിക്ക് അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടി. അമ്മ ഈ പറഞ്ഞതൊക്കെ അവളെ രക്ഷിക്കാനുള്ള വഴികളല്ല, എന്നെ അവളിൽ നിന്ന് രക്ഷിച്ച് ഈ കുടുംബത്തിന്റെ അന്തസ്സും പെരുമയും ഉയർത്തിപ്പിടിക്കാനുള്ള വഴികളാണ്. അതിനു വേണ്ടിയുള്ള മോഹന വാഗ്ദാനങ്ങളാണ് അമ്മ ഇപ്പൊ എന്റെ മുമ്പിൽ നിർത്തിയത്. എടാ, നിനക്ക് തെറ്റി. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും പെരുമയ്ക്കും അപ്പുറമാണ് മോനെ എനിക്ക് നിന്റെ ജീവിതവും ഭാവിയും. എടാ, ദേവൂട്ടി നല്ലവളായിരിക്കാം, പക്ഷെ എന്റെ മോന് അവൾ ഒരിക്കലും ഒരു നല്ല ഭാര്യയായി തീരില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവളെ നീ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോനെ, ഞാൻ പറഞ്ഞത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു സാധു പെൺകുട്ടിയെ രക്ഷിക്കണമെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കല്യാണം നടത്തിക്കൊടുക്കുന്നതല്ലേ? എന്തു പറയുന്നു? സോറി, അമ്മയുടെ ഈ ഓഫർ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. എടാ സന്ദീപ്, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ അമ്മേ, ഈ കാര്യത്തില് എനിക്ക് വലുതായിട്ട് ആലോചിക്കാൻ ഒന്നുമില്ല. കേട്ടില്ലേ അമ്മേ, നമ്മള് നല്ലത് എന്ത് പറഞ്ഞു കൊടുത്താലും ഇവന്റെ തലയിൽ അത് കേറില്ല. സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താനേ ഇവൻ എന്ന് ശ്രമിച്ചിട്ടുള്ളൂ. ദേ നോക്ക്, ഈ കാര്യത്തിൽ ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അത് നീ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം. മോനെ, നീ എന്തിനാടാ അവളോട് അറുത്തു മുറിച്ച് പറയാൻ പോയത്? അതല്ലേ അവൾ അത്രയും ദേഷ്യപ്പെട്ടത്? ഞാൻ പിന്നെ എന്ത് വേണമെന്ന മുത്തശ്ശി പറയുന്നത്? എനിക്കും ഇല്ലേ ഒരു മനസ്സും മനസാക്ഷിയും ഒക്കെ. അതെന്താ അമ്മയ്ക്ക് മനസ്സിലാകാത്തത്? എടാ, അവക്കത് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല. അവള് പറഞ്ഞതുപോലെ നിന്റെ ഭാവിയെക്കുറിച്ച് അവക്ക് അത്രമാത്രം ആശങ്കയുണ്ട്. അതുകൊണ്ടാ അവൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നേ. എന്തു വേണോന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി. ദേ, ഇപ്പോ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിനക്ക്. അനുനയം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ആ, നീ ഒരു കാര്യം ചെയ്. തൽക്കാലം അവള് പറയുന്നതൊക്കെ അങ്ങ് അനുസരിക്ക്. കുടുംബക്ഷേത്രത്തിലെ വഴിപാടിലും നേർച്ചയിലും ഒക്കെ പങ്കെടുത്ത് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിക്ക്. തമ്പി ഇനി കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതുവരെ ഓഫീസിലെ കാര്യങ്ങള് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോ ശ്രീകലയ്ക്ക് നിന്നോട് ഒരു വിശ്വാസവും മതിപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോ അവള് നിന്റെ ഇഷ്ടത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കും. അതിനിടയ്ക്ക് അമ്മ എനിക്ക് വേറെ കല്യാണം ആലോചിച്ചാലോ? ആലോചിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കട്ടെ. പെണ്ണ് കാണാൻ പറഞ്ഞ നീ അതിനും തയ്യാറാവണം. മുത്തശ്ശി എന്താ ഈ പറഞ്ഞു വരുന്നത്? എടാ മോനെ, ആരൊക്കെ എന്തൊക്കെ വാശി പിടിച്ചാലും കല്യാണമെന്ന് പറയുന്നത് ഒരു യോഗമാ. ദൈവം വിചാരിക്കുന്നേണേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിനക്ക് ദേവൂട്ടിയാണ് ഈശ്വരൻ തുണയായി വിധിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ അമ്മ ഇനി എത്ര കടുംപിടുത്തം പിടിച്ചാലും ദേവൂട്ടി തന്നെ നിന്റെ ഭാര്യയായിട്ട് വന്നിരിക്കും. അതിനുവേണ്ടി നീ ഉള്ളുരുകി ദേവിയോട് പ്രാർത്ഥിക്ക്. അപ്പോ ദേവി തന്നെ എല്ലാത്തിനും ഒരു വഴി കാട്ടിത്തരും. നീ ധൈര്യമായിട്ടിരിക്കടാ മോനെ. ഭഗവതി,
വർഷങ്ങളായി ചെയ്തു വന്ന അവിടുത്തെ സന്ധ്യാപൂജയെ മുടങ്ങിയല്ലോ. ഞാൻ ഈ സങ്കടം എങ്ങനെ സഹിക്കും?